ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. ഇപ്പോ സിദ്ധുവേട്ടൻ ചേച്ചിയെ പ്രാണന് തുല്യ സ്നേഹിക്കുന്നു. പക്ഷെ ബോധം തിരിച്ചു വരുന്ന സമയത്ത് സിദ്ധുവേട്ടൻ ചേച്ചി പൂർണ്ണമായിട്ട് മറക്കുകയും ചെയ്യുന്നു. അത് കഷ്ടമാണ്. ഇന്നും ഇങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യും? ഇപ്പോ അഞ്ജിത വഴക്ക് പറയാനുള്ള ഒരു സാഹചര്യം അവളായിട്ടാ ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ അവളെ വഴക്ക് പറഞ്ഞു. അതല്ലാതെ അവളോട് സ്നേഹത്തോടെയാ പെരുമാറിയിരുന്നെങ്കിൽ ഇത്തരം സാഹചര്യങ്ങൾ വീണ്ടും ഈ വീട്ടിലുണ്ടാവും. ഇവരാരും കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. ഞാൻ വഴക്ക് പറഞ്ഞതിൽ അഞ്ജിതയ്ക്ക് ഇത്തിരി വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊന്നും സാരമില്ല. ഞാൻ പറഞ്ഞതിൽ കാര്യമുണ്ടായിരുന്നു എന്ന് പിന്നീട് അവൾക്ക് ബോധ്യപ്പെട്ടോളൂ. ഏതായാലും നീ ഇതൊന്നും മനസ്സിൽ വെച്ച് നടക്കരുത്. ഇപ്പൊ തന്നെ ഇതൊക്കെ മറന്നു കളയണം. ഇതൊരു നിസ്സാര വിഷയം. അതിന് ആ പ്രാധാന്യം നീ കൊടുക്കാവൂ. അതുകൊണ്ട് മനസ്സിലെ പ്രയാസമൊക്കെ മാറ്റിവെച്ച് സന്തോഷായിട്ട് നീ ഇരിക്കണം. വരുന്നുണ്ട് നിന്റെ മോൻ. ഇനി നമുക്കെതിരെ പുതിയ എന്തെങ്കിലും കണ്ടുപിടിച്ചിട്ടാണോ അവന്റെ വരവ്? എന്താടാ, നിനക്കിപ്പോഴും ഞങ്ങളെ സംശയമാണോ? ഏയ്, അങ്ങനൊന്നുമില്ലമ്മേ. എടാ, ഞങ്ങൾ പറഞ്ഞതെല്ലാം നീ മനസ്സിരുത്തി ചിന്തിക്കണം. ഞങ്ങൾ വെറുതെ അല്ല ഓരോന്ന് പറയുന്നത്. ഈ കുടുംബത്തിലുള്ളവരെല്ലാം നമ്മളെ തരംതിരിവോടെയാണ് മോനെ കാണുന്നത്. നമ്മളേതോ വിലയില്ലാത്ത അന്യ കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാ ഇവിടെ ഓരോരുത്തരുടെയും പെരുമാറ്റം. അതിന്റെ ആവശ്യം എന്താ ഇവിടെ? എന്തിനാ നമ്മളെ വില കുറച്ച് കാണുന്നത്? നമുക്കും നമ്മുടേതായ വിലയും നിലയും അന്തസ്സൊക്കെ ഇല്ലേ? അത് നമ്മൾ കളഞ്ഞു കുളിക്കേണ്ട കാര്യമുണ്ടോ? അതൊരിക്കലും പാടില്ല. നമുക്ക് കിട്ടേണ്ട വില നമുക്ക് കിട്ടിയിരിക്കണം. അതിനു വേണ്ടിയാ ഞാനും നിന്റെ അച്ഛനും ഇവിടെ പോരാടുന്നത്. അമ്മ പറഞ്ഞത് വാസ്തവമാണ്. കുറെ നാളായി നമുക്കെതിരെയുള്ള അവഗണനകൾ കണ്ടിട്ടും കണ്ടില്ലെന്ന മട്ടിൽ ഞാനിവളും നടിക്കുക. ഇനി അതിന് സാധിക്കില്ല. നമ്മുടെ ആരുടെ മുമ്പിലും തലകുണിച്ച് നിൽക്കാനോ ആജ്ഞാനവർത്തിയാകാനോ പോകുന്നില്ല. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുന്നവരെ കൊണ്ട് നമ്മൾ അംഗീകരിപ്പിച്ചിരിക്കും. അച്ഛനും അമ്മയും പറയുന്നതൊക്കെ എനിക്കിപ്പോ മനസ്സിലാവുന്നുണ്ട്. എനിക്കത് വ്യക്തമായിട്ട് ബോധ്യപ്പെട്ടു. അച്ഛനും അമ്മയും വിഷമിക്കണ്ട. കാര്യങ്ങള് മനസ്സിലാക്കാതെയാണ് ഞാൻ നിങ്ങളെ സംശയിച്ചത്. ഇനി അത് എന്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നമ്മൾ ആരുടെ മുൻപിലും നമ്മുടെ വില നഷ്ടപ്പെടുത്തി നിൽക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പോഴാ നീ ഞങ്ങളുടെ മോനായി മാറിയത്. നിനക്ക് ഞങ്ങളെ ബോധ്യപ്പെട്ടല്ലോ, അത് മതി. നിന്റെ കണ്ണ് തുറന്നതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷം മോനെ. നിങ്ങളെ സംശയിച്ചതില് എനിക്ക് വലിയ കുറ്റബോധമുണ്ട്. നിങ്ങൾ രണ്ടുപേരോടും ഞാൻ എന്തെങ്കിലും തെറ്റായിട്ട് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. അല്ല, നീ ഞങ്ങളെ സംശയിച്ചതിൽ എനിക്കും മായ്ക്കും വലിയ വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അത് മാറി അല്ലേ മായ? അതെ അതെ, ആ സങ്കടമൊക്കെ മാറി. ഇനി നീ ഞങ്ങളുടെ ഉദ്ദേശമൊക്കെ തിരിച്ചറിഞ്ഞ് ഞങ്ങളോടൊപ്പം നിന്നാ മാത്രം മതി. ഇനി മുതൽ ഞാൻ എപ്പോഴും എന്തിനും നിങ്ങളോടൊപ്പം ഉണ്ടാവും. ഇതുവരെ കണ്ടിരുന്ന അഭിഷേകനെയല്ല ഇനി അങ്ങോട്ട് അച്ഛനും അമ്മയും കാണാൻ പോകുന്നത്. അച്ഛനും അമ്മയും മാത്രമല്ല, ഇവിടെ നമ്മളെ അവഗണിക്കുന്നവരെല്ലാം അഭിഷേകിന്റെ മറ്റൊരു മുഖം കാണും. മോനെ, എനിക്ക് സന്തോഷമായി. കുട്ടനീ ഷർട്ട് ഇഷ്ടായോ? എനിക്കിഷ്ടായി. ഈ ഷർട്ടാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ് ഷർട്ട്. ആണോ? ഈ ഷർട്ട് കുട്ടന് നന്നായിട്ട് ചേരുന്നുണ്ട്. അയ്യോ, ഒരു ബട്ടൺ കാണുന്നില്ലല്ലോ. അയ്യോ, ബട്ടൺ കാണാനില്ലല്ലോ. കുട്ടൻ ഈ ഷർട്ട് ഒരിക്കൽ ഇനി ഇത് വേണ്ട. ഞാൻ കുട്ടന് വേറൊരു ഷർട്ട് ഇട്ടുതരാം. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഈ ഷർട്ട് തന്നെ ഇന്ന് ഇടണം.
കുട്ട പറയുന്ന കേൾക്ക്. ഇത് മാറ്റ്. ഈ ബട്ടൺ ഇല്ലാത്ത ഷർട്ട് ഇട്ടോണ്ടാണോ പോകുന്നത്? എനിക്ക് ഇന്ന് ഇത് മതി. ഞാൻ ഇത് മാറ്റില്ല. എനിക്ക് ഇന്ന് ഈ ഷർട്ട് തന്നെ ഇടണം. ഇതെന്റെ ഫേവറേറ്റ് ഷർട്ട്. മതി മതി മതി. കുട്ട വേണ്ട, എനിക്ക് വേറെ ഷർട്ട് വേണ്ട. എനിക്കിത് മതി 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 കുട്ട മതി മതി. പറയുന്നൊന്ന് കേൾക്ക്. ബട്ടൺ പോയ ഷർട്ട് ഇട്ടോണ്ട് എങ്ങനെയാ ഓഫീസിൽ പോകുന്നേ? അതിന് വേറെ ബട്ടൺസ് വെച്ചാ പോരെ? വേറെ ബട്ടൺ ഒന്നും വയ്ക്കാനുള്ള സമയമില്ലല്ലോ. മാലക്കെ, എനിക്കിതിന് വേറെ ബട്ടൺസ് വെച്ചാ മതി മതി മതി. ശരി 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 വച്ചേരാം. ആ. പേടിക്കണ്ട. ഇത് കുത്തിക്കേറോ? ഇല്ല ഇല്ല, മിണ്ടാതിക്ക്. അയ്യോ, കുത്തി. കുത്തില്ല. ബട്ടൺ വെക്കാതെ പിന്നെ എങ്ങനെ പോവാ? വേണ്ട മാലാക. കുട്ടാ, ദേ. ഞാനിത് തുന്നി തീരും വരെ കൂട്ടൻ ഇങ്ങനെ തന്നെ കൈ വെച്ചേക്കണം, കേട്ടല്ലോ? ആ, വേണമെങ്കിൽ എന്നെ നോക്കിക്കോ. ആ. ചേച്ചി, ഋഷി അവിടെ പോകാൻ റെഡിയായി നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കാം. ഞങ്ങളെന്താ ഇറങ്ങിയല്ലോ. കൂട്ടാ, വാ ഇറങ്ങാം. ചേച്ചി ഒന്നെങ്കിൽ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. എന്തിനാ മാറി നിൽക്കുന്നത്? അതിന്റെ ആവശ്യമൊന്നുമില്ല. നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഇവിടെ വെച്ച് തന്നെ പറഞ്ഞോ. കുട്ടൻ കേട്ടെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല. കുട്ടനെ നീ പറയുന്നൊന്നും മനസ്സിലാവില്ല. ചേച്ചിയുടെ ഈ സന്തോഷമെല്ലാം കാണുമ്പോൾ എനിക്കും സന്തോഷമുണ്ട്. ഇപ്പോ സിദ്ധുവേട്ടൻ ചേച്ചിയെ പ്രാണന് തുല്യം സ്നേഹിക്കുന്നു. പക്ഷെ ബോധം തിരിച്ചു വരുന്ന സമയത്ത് സിദ്ധുവേട്ടൻ ചേച്ചി പൂർണ്ണമായിട്ട് മറക്കുകയും ചെയ്യുന്നു. അത് കഷ്ടമാണ്. ഇന്നും ഇങ്ങനെ തുടർന്നാൽ എന്ത് ചെയ്യും? ഇനിയും ഇതുപോലെ സംഭവിച്ചു കഴിഞ്ഞാ ചേച്ചിയുടെ കണ്ണുനീര് കണ്ടു നിൽക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാനൊരു കാര്യം പറഞ്ഞ ചേച്ചിക്ക് വിഷമാവരുത്. നീ എന്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്? എന്തായാലും വ്യക്തമായിട്ട് പറ. ചേച്ചിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാനിത് പറയുന്നത്. ചേച്ചി ഒരു അകലം പാലിക്കണം. ചേട്ടനിൽ നിന്ന് ചേച്ചി എപ്പോഴും സേഫ് ആയിട്ടൊരു അകലം പാലിക്കാൻ ശ്രമിക്കണം.